പൊതുവിൽ അറിവ് കുറഞ്ഞ എനിക്ക് സാമാന്യം അക്കീദയിലും ചരിത്രത്തിലും അൽ ജസീറയിലും നല്ല അറിവും പ്രാപ്തിയുമുള്ള നമ്മുടെ സിറാജുൽ ബാലിശ്ശേരി ഉസ്താദ്, ആ രണ്ട് സഹോദരന്മാരും ഈ സമുദായത്തിന് ചെയ്യുന്ന സംഭാവനകളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വീഡിയോ കാണാനിടയായി. അദ്ദേഹം ചരിത്രവും അക്കീദയും കിതാബുകളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ ഇറാൻ അധിനിവേശത്തെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. അത് വ്യാഖ്യാനിക്കുമ്പോൾ പുള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഒരിക്കലും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പക്ഷത്താണ് എന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിലും വേറെ ആർക്കും അങ്ങനെ തോന്നരുത്. എല്ലാവരും വിചാരിക്കണം ഞാൻ ഷിയാക്കളുടെ കുഫ്രിയത്തിനെതിരെ അല്ലെങ്കിൽ അവരുടെ ചരിത്രപരമായ സംഗതികൾക്കെതിരെ, അവരുടെ അക്കീദയിലും കിതാബിലുമുള്ള നയവ്യതിയാനങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു സമുദായത്തിൻ്റെ പോരാളിയാണ് എന്നുള്ള നിലയിൽ കാണണം എന്നുള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ പേരിലാണ് പുള്ളി 10-42 മിനിറ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത്രയൊന്നും മിനിറ്റ് വേണ്ട ഉസ്താദേ ഇത് പറയാൻ. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കും. ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് പിന്നെ ആ സ്റ്റാൻഡിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു കാരണം കണ്ടുപിടിക്കും. ആ കാരണങ്ങൾക്ക് അനുയോജ്യമായ ചില പ്രത്യേക ന്യായങ്ങൾ കണ്ടുപിടിച്ച് ഒറ്റച്ചാട്ടം ചാടും. അത് നിങ്ങളുടെ ഒരു ശൈലിയാണ്. ഇപ്പോൾ സുന്നി പ്രസ്ഥാനങ്ങൾക്കകത്ത് പലതരം അഭിപ്രായ വ്യത്യാസങ്ങളും പലതരം വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവർ ബ്രോഡായി ആ സംഘടനയ്ക്ക് ഉള്ളിൽ നിന്നാണ് അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പണ്ടൊരു 2 പിളർപ്പ് കഴിഞ്ഞു, ഒരു പിളർപ്പ് പണ്ടുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നീടുകൊണ്ട് അതിനകത്ത് വ്യത്യസ്ത വീക്ഷണക്കാർ. പക്ഷേ നിങ്ങളങ്ങനെയല്ല. നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒരു ആഫീസും ഒരു മേൽവിലാസവും ഒക്കെ വേണമെന്ന് തോന്നി ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ 10 പേര് റെഡിയായി നിൽക്കും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഷെയ്ത്താനാണെങ്കിൽ ഷെയ്ത്താൻ, ജിന്നാണെങ്കിൽ ജിന്ന്, പിന്നെ മൗദൂദിയാണെങ്കിൽ മൗദൂദി, ഇനി പിന്നെ ജപ്പാനാണെങ്കിൽ ജപ്പാൻ. ആ ഒരു വിഷയത്തിൽ അങ്ങ് തർക്കം എടുത്തിടും. എന്നിട്ട് ആ തർക്കത്തിൽ തർക്കിച്ച് വേറൊരു കഷണമായിട്ടങ്ങ് മാറും. യഥാർത്ഥത്തിൽ ആ തർക്കമല്ല നിങ്ങളെ കഷണമാക്കുന്നത്. കഷണമാകാൻ തീരുമാനിച്ചതിന് ശേഷം നിങ്ങളൊരു തർക്കം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതേ ലൈൻ തന്നെയാണ് നിങ്ങളിവിടെ എടുക്കുന്നത്. അങ്ങനെ നിങ്ങളൊരു തർക്കമുണ്ടാക്കാൻ ഉറപ്പിച്ച് ബാക്കിയെല്ലാം റെഡിയായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറുവശത്തുള്ള ആളുകളെ കാണുമ്പം അസ്വസ്ഥത തോന്നും, അവരുടെ അക്കീദയിൽ സംശയം തോന്നും, അവരുടെ കിതാബിൽ സംശയം തോന്നും, അവരുടെ പ്രവൃത്തികളിൽ സംശയം തോന്നും, അവരുടെ പള്ളികളിൽ വിശ്വാസമില്ലാതെ വരും. പിന്നെ ഒറ്റച്ചാട്ടമാണ്. ഞങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയോ? ഞങ്ങളൊക്കെ ഈ പൊതുവീക്ഷണത്തിൽ സുന്നിയായിട്ട് നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസവുമൊക്കെയുള്ള ആ അഭിപ്രായ വ്യത്യാസങ്ങളോടൊക്കെ കൂടി തന്നെ ചേർന്ന് നിന്ന് പോവുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ ആമുഖമായി ആദ്യം മുതൽ അവസാനം വരെ എപ്പോഴും പറയുന്നൊരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് സുന്നി ഷിയ എന്ന് പറയുന്നൊരു സംഗതിയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് ഇതൊരു കൗമാണ്, അതൊരു ബഷത്ത്, 2 മനുഷ്യനാണ്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലെങ്കിൽ പോലും ഒരു മനുഷ്യനാണ്. മനുഷ്യനോട് നീതി പ്രവർത്തിക്കുന്നത് എപ്പോഴാണ്? മനുഷ്യനോട് അനീതി കാണിക്കുന്നത് എപ്പോഴാണ്? ആ അനീതി കാണിക്കുന്നവർക്കെതിരെ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന മർദ്ദിതൻ്റെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞ ആ നിലപാടിലാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ആ ഒരു ബ്രോഡർ സ്പേസിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ഈ പറയുന്ന ഒരു കൗമെന്നുള്ള നിലയിൽ ഒരു സമൂഹം എന്നുള്ള നിലയിൽ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. ഞാനെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, എന്നെ അക്കീദയും കിതാബും പഠിപ്പിക്കുന്ന സിറാജുൽ ബാലിശ്ശേരി ഉസ്താദെ, ഈ അക്കീദയും കിതാബും മനസ്സിലാവാത്തവരാണോ സൗദി പണ്ഡിതന്മാർ, ഹറമിലെ പണ്ഡിതന്മാർ? പിന്നെ എന്തുകൊണ്ടാണ് അവർ ഹജ്ജിന് കയറ്റുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ പള്ളി അവിടെ അനുവദിക്കുന്നത്? അവരുടെ പള്ളിയിൽ നിസ്കരിച്ചാലും നമസ്കാരം സഹീഹാകുമെന്ന് അവിടുത്തെ പണ്ഡിതന്മാർ പറയുന്നത് എന്തിനാണ്? സിറാജുൽ ബാലിശ്ശേരി ഉസ്താദും കുറച്ച് വിസ്ഡംകാരും മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിൽ പ്രത്യേകമായ അക്കീദ പഠിച്ചവർ. നിങ്ങളാരും വിമർശിക്കാത്ത, നിങ്ങളൊക്കെ ചേർത്ത് പിടിക്കുന്ന, നിങ്ങളൊക്കെ അവിടെ ചേർന്ന് നിൽക്കുന്ന അവരുടെ അക്കീദയിലൊന്നും ഈ പറയുന്ന സംഗതി ഇല്ലയോ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ എന്നെ അങ്ങ് വിട്ടാൽ മതി. എന്താണെന്നറിയോ? നിങ്ങൾ പഠിച്ച അക്കീദയും കിതാബും അല്ല ഞാൻ പഠിച്ചത്, സൗദിയിലെ പണ്ഡിതന്മാർ പഠിച്ച കിതാബും അക്കീദയുമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്നെ വിമർശിക്കുന്നെങ്കിൽ സൗദി അറേബ്യയും കൂടെ ചേർത്ത് വിമർശിക്കും. അതിന് നിങ്ങൾക്ക് തയ്യാറല്ല. പിന്നെ നിങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് മതവും രാഷ്ട്രീയവും അവർക്കൊന്നാണ്. ആർക്ക്? ഇറാനികൾക്കൊന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വെറും രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണാൻ പറ്റത്തില്ല. അത് ഇറാനികൾക്ക് മാത്രമല്ല, പ്രവാചകനും അങ്ങനെ തന്നെയായിരുന്നു.
പ്രവാചകനും പ്രവാചകൻ്റെ രാഷ്ട്രമീമാംസയും മതവിശ്വാസവും തൗഹീദും എല്ലാം യോജിപ്പിച്ച് കാണിച്ച മനോഹരമായ മാതൃകയായിരുന്നു പ്രവാചകൻ്റെ ജീവിതവും. അപ്പോൾ അവർക്കതൊന്നായിരുന്നു. നിങ്ങൾക്കിതെല്ലാം പ്രത്യേകമാണ്. എന്താ, നിങ്ങൾക്ക് ഇന്ത്യയിലെ മതവൽക്കരണത്തെയും രാഷ്ട്രീയ ബോധത്തെയും സംബന്ധിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ല. ഇരിക്കുന്നിടന്ന് അനയും പറഞ്ഞാൽ അത് പറ്റൂല. സൗദി അറേബ്യയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാൻ ഒക്കുമോ? UAE വിഷയത്തിൽ നിങ്ങൾക്ക് പറയാൻ ഒക്കുമോ? ഇപ്പോൾ എന്താ UAE ഒപ്പേക്കിൽ നിന്ന് മാറി. ഒപ്പേക്കിൽ നിന്ന് മാറിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അവർ സ്വതന്ത്രമായി അവരുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി അവർ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നു. ആരോട് എതിർത്തുകൊണ്ട്? സൗദി അറേബ്യയുടെ അടക്കമുള്ള ആളുകളോട് എതിർത്തുകൊണ്ടാണെന്നാണ് ഇന്നലെ നിങ്ങൾ കിതാബിന് പകരം വായിച്ച അൽ ജസീറയിൽ അടക്കം പറയുന്നത്. എന്നിട്ടോ സൊമാലിയ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു ചെറിയ ഗ്രൂപ്പായി മാറി. ആ മാറിയ സ്ഥലത്തെ അംഗീകരിച്ചൊരു പ്രധാനപ്പെട്ട ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ സയനിസ്റ്റ് ദുഷ്ടന്മാരെന്നറിയപ്പെടുന്നത് ഇസ്രയേലാണ്. അവരവിടുത്തേക്ക് അംബാസിഡറെ അയച്ചു. പിന്നെ അതുകൂടാതെ പശ്ചിമേഷ്യയിൽ അതിനെ അംഗീകരിച്ച ഏക രാജ്യം UAE ആണ്. അപ്പോഴും നിങ്ങൾ എന്തോ പറയും? മതവും രാഷ്ട്രവും തമ്മിൽ ചേർന്ന് പോകുന്നതാണ് അവരുടെ എന്ന് പറഞ്ഞാൽ എവരുടെ? എന്ത് ന്യായമാണ് സിറാജുൽ ബാലിശ്ശേരി ഉസ്താദെ പറയുന്നത്? യമനിൽ പോയി ഒരു വിഭാഗത്തെ ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു വിഭാഗത്തെ സഹായിച്ചു. അവിടെ സഹായിച്ചു കഴിഞ്ഞിട്ടോ ആ സഹായിച്ച് UAE വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിച്ചതിൻ്റെ മുകളിൽ കൊണ്ടുപോയി സൗദി അറേബ്യ ബോംബിട്ടു. നിങ്ങളൊരു കിതാബിനകത്ത് വായിച്ചല്ലോ, സിറാജുൽ ബാലിശ്ശേരി ഉസ്താദ് എവിടെങ്കിലും ഭരണം വളരെ സുഗമമായി നടന്നാൽ അതിനെതിരെ പ്രവർത്തിക്കാനും അതിനെതിരെ ശബ്ദം ഉണ്ടാക്കാനും വേണ്ടി നിങ്ങളാരും പോരുത് എന്ന് പറയുന്നത് എവിടാ? നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പറയും. നിങ്ങൾ ജീവിക്കുന്ന സൗദി അറേബ്യയിലോ UAE എന്തെങ്കിലും സംഗതികൾ ഉണ്ടാവുമ്പോൾ അതിനെതിരെ വിമർശിച്ച് എന്താണ് സംസാരിക്കാത്തത്, പറയാത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങളില്ല കിതാബ് എടുക്കും. എന്നാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള കൂടുള്ള മുജാഹിദിനെ ആക്രമിക്കുന്നതിനും സുന്നിയെ ആക്രമിക്കുന്നതിനും നിങ്ങൾക്ക് ജൂതന്മാരോടൊപ്പം നിൽക്കാനും അമേരിക്കയോടൊപ്പം നിൽക്കാനും വേണ്ടി ഷിയാക്കളെ ആക്രമിക്കുമ്പോൾ ഇല്ല കിതാബ് അങ്ങ് മടക്കി വെക്കും. ഇതൊക്കെ നാടന്യായമാണ് ഞാനീ പറഞ്ഞത്. ഇന്നലെ നിങ്ങൾ 3/4 മണിക്കൂറോളം സിറാജുൽ ബാലിശ്ശേരി ഉസ്താദ് പ്രഭാഷണം നടത്തിയതിൻ്റെ അടിയിൽ ഒരു സാധാരണക്കാരി ഒരു സ്ത്രീ പുരുഷനോ ആരാണ്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് പിന്നെ സിറാജുൽ ബാലിശ്ശേരി ഉസ്താദ് പറഞ്ഞേക്കുന്ന നല്ല മറുപടിയാണ്. അതാണ്ട് അവർ ചോദിച്ച അവരുടെ പേര് സറീനാന്നോ മറ്റോ. ഉസ്താദെ, ഇറാനെ ഒഴിവാക്കി മറ്റ് അറബി സുന്നി രാജ്യങ്ങൾ ഫലസ്തീന് വേണ്ടി അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ യുദ്ധം ചെയ്യാത്തത് എന്താണ്? അവർ ഒന്നും ചെയ്യാത്തത് മൂലമല്ലേ ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിലിരുന്ന് ഇതുപോലെ കുറച്ച് അൽ ജസീറയുടെ കട്ടിക്കും വെച്ച് ഇതും വെച്ച് നിങ്ങൾക്ക് പറയാനൊക്കെ ഉള്ളൂ. ഇതിനെന്താ നിങ്ങൾ ഉത്തരം പറയാഞ്ഞത്? നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം എന്തുവാ? ഞാനൊന്ന് വായിക്കട്ടെ. യുദ്ധത്തിലൂടെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായിട്ടല്ല അവർ അതിനെ കാണുന്നത് എന്നതുകൊണ്ടായിരിക്കാം അത്. ആണെന്നുള്ള അഭിപ്രായമില്ല. നിങ്ങൾക്ക് ഖണ്ഡിതമായ അഭിപ്രായം എപ്പോഴും എന്തിനൊക്കെ എതിരെയാണ് ഉള്ളത്? കൂടുള്ള മുജാഹിദിനെതിരെയും ബാക്കിയുള്ള സുന്നിക്കാർക്കെതിരെയും. കാരണം ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവം ഉണ്ടാവുകയും ഒരു പ്രദേശത്തുള്ള പ്രശ്നം മറ്റെല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ വ്യാപകമായി മുസ്ലിം സമൂഹം ആക്രമിക്കപ്പെട്ടാൽ അത് ദുരന്തമാണെന്ന് തിരിച്ചറിവ് കൊണ്ടാണ് ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാരുടെ നേതൃത്വപ്രകാരം യുദ്ധത്തിലേക്ക് അവർ നീങ്ങാത്തത്. എന്നാൽ അന്താരാഷ്ട്ര വേദികളിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകൾ അവർ ഇടപെടുന്നുമുണ്ട്. എന്നിട്ടോ അതിൻ്റെ അവസാനത്തെ സെൻറ്റൻസാണ് അതിനേക്കാൾ രസം. എല്ലാം അള്ളാഹു ആണ് കൂടുതൽ അറിയുന്നവൻ. അല്ലാഹു അക്ബർ. എന്ത് നല്ല മറുപടി! അവർ ചോദിച്ച ചോദ്യം വളരെ ക്ലിയർ അല്ലേ? മുസ്ലിം ഉമ്മത്ത് പരസ്പരം സംഘടനാ വ്യത്യാസമില്ലാതെ ചോദിക്കുന്ന ചോദ്യമല്ലേ? മുസ്ലിങ്ങളല്ലാത്ത നോൺ മുസ്ലിം സമൂഹം ചോദിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ഫലസ്തീനെ പോലൊരു രാജ്യത്തെ കടന്നാക്രമിച്ച് ഇസ്രയേലും അമേരിക്കയും ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ അറബി രാജാക്കന്മാർ വെറും കാഴ്ചക്കാരായി നോക്കിക്കൊണ്ട് നിന്ന് വല്ലപ്പോഴും മാത്രം കൂടി മന്തി കഴിച്ച് പിരിയുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നില്ലേ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസാക്ഷി വെച്ചാണോ സിറാജുൽ ബാലിശ്ശേരി ഇതിൻ്റെ അടിക്ക് എഴുതിയത്? നിങ്ങൾക്ക് അതാണ് അഭിപ്രായമെങ്കിൽ നിങ്ങൾ കപടനാണ്. നിങ്ങൾക്ക് തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത കപടൻ. അതിന് നിങ്ങൾ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. അള്ളാഹു ആണെല്ലാം അറിയുന്നവൻ. എന്നാൽ പിന്നെ ഇതിലും ആ നിലപാട് സ്വീകരിച്ചാൽ പോരെ? എന്തിനാ ഇങ്ങനെ എന്താ അമേരിക്കയും ഇസ്രയേലിനെയും പുട്ടിയിടാൻ വേണ്ടി കിതാബും ഒക്കെ എടുത്ത് 10-45 മിനിറ്റ് പറയുന്നത്? നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ തബ്ലീഗുകാരെ കൂട്ട് അല്ലാഹു അക്ബർ എന്നും പറഞ്ഞ് നിങ്ങളങ്ങ് പോകണം. അവർ സ്വീകരിച്ചിരിക്കുന്ന ന്യായമുണ്ടല്ലോ. അൽഹംദുലില്ലാ, എല്ലാവരും അടുത്തിരി. ഇറാനി യുദ്ധം തുടങ്ങി, ഇസ്രയേൽ ബോംബിട്ട്, അൽഹംദുലില്ലാ എല്ലാവരും അടുത്തിരി എന്ന് പറയുന്നല്ലോ. നിങ്ങൾ അടുപ്പിച്ചിരുത്താൻ ഉപയോഗിച്ചാൽ പോരെ?
നിങ്ങൾ വലിയ രാഷ്ട്രമീമാംസയും മതവും പറയുന്നവരാണെങ്കിൽ ഈ സാധാരണക്കാരിയായ സ്ത്രീ ചോദിച്ചതിന് ഉത്തരം നിങ്ങൾ പറയണ്ടേ? നിങ്ങൾക്ക് ഉത്തരം പറയാൻ ഒക്കില്ല. എന്താ? നിങ്ങൾ സുഖവാസ കേന്ദ്രത്തിൽ സുഖമായി ജീവിച്ച് കിട്ടുന്ന പണത്തിന് നന്ദി കാണിച്ച് അതിനൊപ്പിച്ച് വർത്തമാനം പറഞ്ഞ് ഒരു ഉപദ്രവവും ഉണ്ടാവാത്ത നിങ്ങളുടെ ജോലിക്കോ നിങ്ങളുടെ തൊഴിലിനോ മറ്റൊരു പ്രയാസവും ഉണ്ടാകാത്തവരെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളുടെ പുറകിൽ വരുന്ന കുറച്ച് അടിമകളെ പറ്റിക്കുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ പണി. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഷിയ ഇറാൻ അങ്ങ് പോട്ടെ, സുന്നികളായ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഫലസ്തീനിലെ ഈ മനുഷ്യരെ കൊന്നു തള്ളുന്നതിനെതിരെ അന്നേരം എന്താ അതിന് പറഞ്ഞത്? കുഴപ്പങ്ങളുണ്ടാക്കുന്ന സ്ഥലത്ത് വീണ്ടും കുഴപ്പങ്ങളുണ്ടാക്കാൻ അത് മറ്റു പല മേഖലകളിലേക്കും. എന്നാൽ ഇത് യമനി ബോംബിടുമ്പോൾ ഇതില്ലയോ? നിങ്ങൾ സിറിയയുടെയും ബാക്കിയുള്ള സ്ഥലങ്ങളിലെയും കാര്യം പറയുമ്പോൾ ഇതൊന്നും ബാധകമല്ലേ? ഭരിക്കുന്ന ഭരണകൂടത്തോട് യുദ്ധം ചെയ്ത് അത് മറ്റു പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കാതിരിക്കാൻ വേണ്ടി അതെന്തൊരു ബുദ്ധിയാ? ഒരു കാര്യത്തിൽ അത് നിങ്ങളുടെ വളരെ ശ്രദ്ധേയമായി നീക്കും. എന്താ അറിയോ? ഈ പറയുന്ന ചിന്ത സിറാജുൽ ബാലുശ്ശേരിയുടെ കിതാബും അക്കീദയും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് പ്രമുഖ വിസ്ഡം സലഫി നേതാക്കളായ ട്രംപിനും നെതന്യാഹുവിനും ഈ കിതാബ് ബാധകമല്ല. ഏത്? നിങ്ങൾ ആ കുറിച്ച കുറിപ്പിലെ സംഗതി ബാധകമല്ല. പണ്ഡിത ലോകത്തിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ അതൊന്നും ബാധകമല്ല. അവർക്ക് ആരെയും കയറി ആക്രമിക്കാം, ഏത് രാജ്യത്തിൻ്റെയും ഭരണകൂടത്തെ കൊല്ലുമ്പോൾ നിങ്ങളെപ്പോലുള്ളവൻ എന്തോ ചെയ്യും? കൊല്ലപ്പെട്ടവൻ്റെ നിങ്ങളുടെ ലാഭം നോക്കി കൊല്ലപ്പെടുന്നവനെ കുറേ കൂടെ കുറ്റം പറയും. നിങ്ങൾ അൽ ജസീറ ഒക്കെ എടുത്ത് ഉദാഹരണം പറഞ്ഞേക്കുന്നത്. അൽ ജസീറ ഖത്തറിൻ്റെ പത്രമാണ്. ഖത്തറിൻ്റെ ന്യായങ്ങൾക്കെതിരെ അൽ ജസീറ നിൽക്കുമോ? പശ്ചിമേഷ്യയിൽ ഖത്തറിൻ്റെ നിലപാട് എന്താണോ അതിനനുസരിച്ചല്ലേ അൽ ജസീറ നിൽക്കത്തുള്ളൂ. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഫണ്ട് തരുന്നവരുടെ താല്പര്യത്തിനല്ലേ നിങ്ങൾക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഫണ്ട് തരുന്ന ഒരു മുതലാളിക്കെതിരെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒക്കുമോ? എത്രയോ ഫണ്ട് തരുന്ന മുതലാളിമാർ ഇസ്ലാമിന് വിരുദ്ധമായ പല പ്രവൃത്തികളിലും ഏർപ്പെടുന്നു. നിങ്ങൾ മിണ്ടുവോ? നിങ്ങൾ നാക്കറുത്ത വാഴയിലയിൽ അവരെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തേക്കുക. എന്നിട്ട് അതിൻ്റെയും കൂടെ കാശിങ്ങി തരാൻ പറഞ്ഞേക്കുക. അനിൽ മുഹമ്മദ് മിണ്ടും, അനിൽ മുഹമ്മദ് സംസാരിക്കും. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇത് അനിൽ മുഹമ്മദിൻ്റെ വിവരക്കേടിനുള്ള അറിവില്ലായ്മയ്ക്കുള്ള മറുപടിയല്ല. അനിൽ മുഹമ്മദിന് ഇതൊക്കെ അറിയാമെന്നുള്ളത് സിറാജുൽ ബാലുശ്ശേരി ഉസ്താദ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന അൽ ജസീറയുടെ കട്ടിക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇറാഖ് ആക്രമിച്ചപ്പോൾ ബസദ് പറഞ്ഞു, അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇറാഖിനെ ആക്രമിച്ച സമയത്ത് ഈ സഖ്യസൈന്യമെല്ലാം ആക്രമിച്ചപ്പോൾ ഇറാഖ് ഇറാനെ ആക്രമിച്ചോ? ഇല്ലല്ലോ. ഇറാഖ് ആക്രമിച്ചത് സൗദി അറേബ്യ. എന്താ കാര്യം? ഇറാഖിലേക്ക് പാഞ്ഞു തന്ന മിസൈലുകൾ പലതും ചെന്നത് സുന്നി രാജ്യങ്ങളായ പല സ്ഥലത്തുനിന്നുമാണ്. പിന്നെ ഇറാഖ് ഇറാൻ യുദ്ധമുണ്ടായപ്പോൾ ഇറാൻ്റെ സഹായങ്ങൾ അമേരിക്കയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അവർക്ക് സ്വീകരിക്കേണ്ടി വന്നേ എങ്ങനെ? അതിനുമുണ്ട് ചരിത്രം. എന്താ സംഭവം? അതിന് തൊട്ടു മുമ്പ് വരെ ഭരിച്ചിരുന്നത് ഇറാൻ്റെ കളിപ്പാവയായിരുന്ന, അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കളിപ്പാവയായിരുന്ന ഒരാളായിരുന്നു ഇറാൻ ഭരിച്ചിരുന്നത്. ഇസ്ലാമിക് വിപ്ലവത്തിന് തൊട്ട് മുമ്പ് അവരുടെ ആയുധങ്ങളായിരുന്നു മുഴുവൻ ഈ രാജ്യത്തുണ്ടായിരുന്നത്. ഒരു പുതിയ ഭരണകൂടം വന്നപ്പോൾ അതിൻ്റെ ആയുധങ്ങൾ പലതും പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിൻ്റെ സ്പെയർ പാർട്സുകളും അതിൻ്റെ മറ്റു പല സംവിധാനങ്ങൾക്കും പലപ്പോഴും ചിലപ്പോഴൊക്കെ ബ്രോക്കർമാർ വഴി, ഈ ആയുധ ബ്രോക്കർമാരുണ്ടല്ലോ, അവർ വഴിയൊക്കെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതൊക്കെ ഒരു രാജ്യത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ബ്രിട്ടീഷുകാരുടെ പല പ്രാക്ടീസും, അവർ കൊണ്ടുവന്ന പല യുദ്ധോപകരണങ്ങളും, അവർ കൊണ്ടുവന്ന അവരുടെ ലാഭത്തിന് മോഷ്ടിക്കാൻ കൊണ്ടുവന്ന റെയിൽപാളങ്ങളും ഈ രാജ്യത്ത് ഉപയോഗിക്കുന്നില്ലേ? അങ്ങനെ ചില സംഗതികൾക്കപ്പുറത്ത് എന്തുകൊണ്ടാണ് ഇറാഖിനെ ഈ പറയുന്ന സമാധാന സേന ആക്രമിക്കാൻ ചെന്നപ്പോൾ ഇറാഖ് ഇറാനെ ആക്രമിക്കാതെ സൗദി അറേബ്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഇറാഖ് മിസൈൽ അയച്ചതെന്താ? തെറ്റിപ്പോയതാണോ? സദ്ദാം ഹുസൈൻ തെറ്റിപ്പോയോ? അതോ സദ്ദാം ഹുസൈൻ ഷിയ ആയതുകൊണ്ടാണോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബലഹീനത അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി നിങ്ങളിപ്പോൾ എന്താ മിനിമം ചെയ്യേണ്ടത്? നിങ്ങൾ ആരെങ്കിലുമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് മൗനം പാലിക്കണം. നിങ്ങൾ ഷിയയുടെ അക്കീദയും ഷിയയുടെ ചരിത്രവും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രവാചകൻ്റെ പൗത്രൻ, അതിന് ശേഷമുള്ള പിന്നെ മക്കളൊക്കെയും പ്രവാചകൻ്റെ പൗത്രന്മാരും ആ പരമ്പരയിൽപ്പെട്ടവരുമാണ്. അവരുടെ ആരുടെയും പേര് നിങ്ങൾ മിണ്ടാറില്ല, അവരെ ആരെയും ഒന്നും മഹത്വപ്പെടുത്താറില്ല. അവരെ സുന്നിക്കാരെങ്കിലും മഹത്വപ്പെടുത്തിപ്പോയാൽ അതൊന്നും ദീനിലുള്ളതല്ല. നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് വരെ മാത്രം നിങ്ങൾ എടുക്കും. അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്നും ഉള്ളത് എടുക്കത്തില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ നിലപാട്. നിങ്ങൾ ആദ്യം ഒരു നിലപാട് സ്വീകരിക്കും, എന്നിട്ട് പിന്നെന്താണ്? സാധാരണ എല്ലാവരും വിവരങ്ങൾ പരിശോധിച്ചാണ് ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങളൊരു നിലപാട് സ്വീകരിച്ചിട്ട് വേണ്ട വിവരങ്ങൾ മാത്രം പറക്കിയെടുക്കും. എനിക്ക് 2 ചോദ്യങ്ങളേ ഉള്ളൂ.
ഒന്നാമത്തെ ചോദ്യം, ഈ സ്ത്രീ നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങളുടെ കാണുന്ന ഒരു പ്രേക്ഷക ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ എഴുതിയ ഉത്തരം, അള്ളാഹുവിനാണ് എല്ലാം അറിയാവുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പണി അങ്ങ് നിർത്തണം. ഈ വിഷയത്തിൽ നിങ്ങൾ തബ്ലീഗുകാരെ പോലെ ആവണം, അള്ളാഹുവിന് വിട്ടുകൊടുത്തേക്കണം. ഇനി അക്കീദയും കിതാബും എനിക്കറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഞാൻ ഷിയയെ പിന്നെന്താ പറയുന്നത് ഈ വിഷയത്തിൽ അവരോടൊപ്പം നിൽക്കുന്നത്. ഞാൻ ഷിയാക്കാരനൊന്നുമല്ല, എനിക്ക് ഷിയയുടെ ഒരു സംഗതിയും വേണ്ട, ഞാനതിൻ്റെ ഗുണഭോക്താവുമല്ല. അവരെയും സുന്നിയെയും തമ്മിൽ വേർതിരിച്ച് താരതമ്യ പഠനം നടത്താനും ഞാൻ ആളല്ല. പക്ഷേ നിങ്ങൾ പറയുന്ന അക്കീദയും കിതാബും അവരുടെ തെറ്റാണെങ്കിൽ സൗദി അറേബ്യയിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും അവരെ കയറ്റുന്നതിനെതിരെ, സൗദി അറേബ്യയുടെ ആ അക്കീദ വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ ഒരു വീഡിയോ ചെയ്യാൻ സിറാജുൽ ബാലുശ്ശേരി ഉസ്താദിന് ധൈര്യമുണ്ടോ? പുളിക്കും, കവർക്കും. അതുകൊണ്ട് നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഉസ്താദ് പറഞ്ഞ പോലെ ഉസ്താദ് അള്ളാഹുവിന് അറിയാമെന്ന് പറഞ്ഞ് പിരിയുക, അല്ലാതെ വെറുതെ പുട്ടിയിട്ട് ഈ രണ്ട് ആഗോള സലഫി സുന്നി നേതാക്കന്മാരായ പിന്നെ ട്രംപും ഇവനും ചെയ്യുന്ന നെതന്യാഹുവും ചെയ്യുന്ന പ്രവൃത്തിയെ ഒരു ശ്വാസം കൊണ്ട് പോലും, ഒരു നോട്ടം കൊണ്ട് പോലും അംഗീകരിക്കരുത്. നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഹൃദയം കൊണ്ട് യവന്മാരെ വെറുക്കേണ്ടതിനു പകരം ഹൃദയത്തിൽ ഒരുപാട് വിശ്വാസികളുടെ, നിഷ്കളങ്കരായ നിങ്ങളുടെ അടിമകളുടെ മനസ്സിൽ കുറച്ചൊക്കെ അവന്മാരെ ചെയ്യട്ടെ, ഇറാന് ചെയ്യുന്നത് നല്ലതാ എന്നൊരു ചിന്തയുണ്ടാക്കി കൊടുക്കുന്ന വളരെ ക്രൂരമായ തെറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.